കല്യാണ പല്ലക്ക്. ഗായത്രിയും മഹിയും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ ഗംഗയുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും ദുഃഖവും മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാം അവൾ തന്നെ വരുത്തിവെച്ചതാണ്. മറ്റാർക്കും അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു താനും. വൈകുന്നേരത്തെ അന്തിച്ചർച്ചയും സഭകൂടലും ഒക്കെ കഴിഞ്ഞ് രാഹുൽ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഏകദേശം 10:10 അവൻ ഇതുവരെയും വരാതിരുന്നതുകൊണ്ട് തന്നെ ഉമ്മറത്തെയും ഹോളിലെയും ലൈറ്റ് കെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഗംഗ വല്ലാത്തൊരു ഭയത്തോടെയാണ് ആ റൂമിലിരുന്നത്. കാരണം ഇന്നലെ തന്നെ രാഹുലിന് അവളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലായതാണ്. ഇരുട്ട് നിറഞ്ഞ ആ മുറിയില് ഗംഗയുടെ ശ്വാസഗതികൾ മാത്രം ഉയർന്നു കേട്ടു. രാഹുലിന്റെ ബൈക്ക് ഉമ്മറത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ഗംഗ ഇട്ടിരുന്ന വസ്ത്രത്തിൽ പിടിമുറുക്കി കണ്ണുകൾ ഇറുക്കിയടിച്ച് കട്ടിൽപ്പടിയിലേക്ക് ചാരി കൂനിക്കൂടിയിരുന്നു. അവന്റെ കാലടികൾ അടുത്തു വരുന്നുവെന്ന് കണ്ടതും ഗംഗയിൽ ഇന്നോളം അവനോട് തോന്നാത്തൊരു തരത്തിൽ വെറുപ്പും ഭയവും അകൽച്ചയും അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. റൂമിലേക്ക് വന്ന രാഹുല് ലൈറ്റ് ഇട്ടപ്പോൾ കാണുന്നത് ബെഡിൽ കൂനിക്കൂടിയിരിക്കുന്ന ഗംഗയാണ്. അവളുടെ ഇരിപ്പ് കണ്ട് അവൻ എന്തൊക്കെയോ സംശയം തോന്നി. അവൻ മെല്ലെ അവൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ഗംഗെ, എടി ഗംഗെ എന്ന് തട്ടി വിളിച്ചു. പെട്ടെന്ന് പേടിയോടെ ചാടിപ്പിടിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് അവൾ രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നു. എന്താടി, വിളി കേൾക്കാൻ നിനക്ക് ഇത്ര താമസം? നിന്റെ വായിൽ വല്ലതും തിരികെ വെച്ചിട്ടുണ്ടോ? രാഹുൽ അതീവ ദേഷ്യത്തോടെ ചോദിച്ചു. തനിക്കടുത്തേക്ക് വരുന്ന അവന്റെ ശ്വാസത്തിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി. അവൻ മദ്യപിച്ചിട്ടില്ലാന്ന്. അത് ഗംഗയ്ക്ക് പകർന്നു നൽകിയ ആശ്വാസം തീരെ ചെറുതല്ലായിരുന്നു. രാഹുലേട്ടൻ കിടക്കാൻ നോക്ക്, പതിഞ്ഞ സ്വരത്തിൽ ഗംഗ പറഞ്ഞു. ആൾ അവന്റെ അടുത്തേക്ക് വരാതെ അല്പം പിന്നിലോട്ട് നീങ്ങി നിന്നതും രാഹുൽ കൈയെത്തിച്ച് അവളുടെ കയ്യിലേക്ക് പിടിച്ചു. അതെന്താടി, നിനക്ക് എന്നെ കിടത്താൻ ഇത്ര താല്പര്യം? പറ. ഒരു വഷളൻ ചിരിയോടെ വലം കൈ കൊണ്ട് താടി ഒഴിഞ്ഞ് ഇടം കൈയാൽ ഗംഗയുടെ കയ്യിലെ പിടുത്തം ഒന്നുകൂടി മുറുക്കിയാണ് രാഹുൽ അത് ചോദിച്ചത്. രാഹുലേട്ടൻ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട്? ഗംഗ ചോദിച്ചതും അവൻ അവളെ ഒന്ന് അടിമുടി നോക്കി. അതെന്താടി ഒരു നിമിഷം പോലും? നിനക്കെന്നെ കാണാണ്ടിരിക്കാൻ വയ്യേ? രാഹുൽ അല്പം കൂടി അവളുടെ അടുത്തേക്ക് വന്നു. രാഹുലേട്ടൻ കുളിക്കുന്നുണ്ടോ? അവൾ പെട്ടെന്ന് അല്പം പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കുളിക്കോ കുളിക്കാതിരിക്കോ ഒക്കെ ചെയ്തോളാം, അതൊക്കെ എന്റെ ഇഷ്ടം. ഇപ്പൊ നീ ഇങ്ങോട്ട് വന്ന് കിടക്കാൻ നോക്ക്. അവൻ പറഞ്ഞതും ഗംഗ രാഹുലിന്റെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളി മാറ്റി. അപ്പോഴേക്കും രാഹുലിന് ദേഷ്യം വന്നു. അവൻ അവളുടെ വലങ്കയിൽ ബലമായി പിടുത്തമിട്ടു. നന്നായി ഞെരിഞ്ഞമരുന്ന വിധത്തിലായിരുന്നു അവന്റെ പിടുത്തം. വിട് രാഹുലേട്ടാ, എനിക്ക് കൈ വേദനിക്കുന്നു. അവൾ ദയനീയമായി അവനെ നോക്കി പറഞ്ഞു. നീ എങ്ങോട്ടടി പായുന്നത്? രാഹുൽ ചോദിച്ചതും അവൾ നിറഞ്ഞ മിഴികളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. കിടക്കാൻ നോക്ക് രാഹുലേട്ട, എനിക്ക് വല്ലാണ്ട് തലവേദനിക്കുന്നു. ഗംഗ പറയുന്നത് കേട്ടതും അവൻ അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി. നന്നായിട്ട് കിട്ടിയല്ലേടി? അവളുടെ വലങ്കവളിലേക്ക് രാഹുൽ തന്റെ കൈവിരലുകൾ ഓടിച്ചതും ഗംഗ അറപ്പോടെ അവന്റെ കൈ തട്ടിമാറ്റി. അപ്പോഴേക്കും അവന് വീണ്ടും ദേഷ്യം ഇരട്ടിച്ചു. ശീലാവധി ചമയൊന്നും വേണ്ട. നീ എന്നോട് പറഞ്ഞ ഡയലോഗുകളൊക്കെ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്, കേട്ടോടി പുല്ലേ. അവളുടെ കാതോരത്തേക്ക് അവന്റെ ശ്വാസം തട്ടിയതും ഗംഗ വീണ്ടും അടിമുടി വിറച്ചു. രാഹുലേട്ട, പ്ലീസ്, ദയവേ ഇതൊന്നു പോയി കിടക്കാമോ? എനിക്ക് അത്രയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നേ. ഗംഗ എങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും രാഹുലിന്റെ മുൻപിൽ അതൊന്നും വിലപ്പോയില്ല. അവൻ ഗംഗയെ പിടിച്ച് ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തി. ശേഷം മെല്ലെ അവളെ ചായച്ച് കിടത്താൻ തുടങ്ങിയതും സർവ്വശക്തിയും ഉപയോഗിച്ച് ഗംഗ അവനെ തള്ളി മാറ്റി. എന്നിട്ട് അതിവേഗത്തിൽ പുറത്തേക്കിറങ്ങി ഓടി. എടിയും നല്ലറി വിളിച്ചുകൊണ്ട് രാഹുലും പിന്നാലെ വന്നെങ്കിലും ഗംഗ അപ്പോഴേക്കും ഉഷയുടെ മുറിയുടെ വാതിൽക്കൽ ആഞ്ഞു കൊട്ടിയിരുന്നു. രമ്യയുടേതായിരുന്നു ആ മുറി. അവരുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയും മകളും വെറുതെ ഓരോന്ന് സംസാരിച്ചു കിടക്കുമായിരുന്നു. അമ്മേ, ഈ വാതിലൊന്ന് തുറക്കാമോ? പെട്ടെന്ന് ഗംഗയുടെ കരച്ചിൽ പോലെ തോന്നിയതും രമ്യ ചാടി എഴുന്നേറ്റ് ഓടിവന്നു വാതിൽ തുറന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗംഗയാണ് അവൾ കണ്ടത്. എന്താ ഗംഗെ, എന്തു പറ്റി? രമ്യ അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും തങ്ങളുടെ മുറിയുടെ വാതിൽക്കൽ രാഹുൽ വന്ന് നിൽക്കുന്നത് ഗംഗ കണ്ടു. അവൾ ഒന്നും പറയാതെ മുഖം കുനിച്ച് നിന്നപ്പോൾ ഉഷയും അവരുടെ അടുത്തേക്ക് വന്നു. എന്നാടി, സമാധാനായിട്ട് മനുഷ്യനെ കിടന്നുറങ്ങാനും നീ ഒന്നും അനുവദിക്കത്തില്ലേ? ഉഷ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴും ഗംഗയുടെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുകയായിരുന്നു. എന്താടി, ഇവൻ നിന്നെ ഉപദ്രവിച്ചോ?
അവർ ഗംഗയെ അടിമുടി നോക്കി ചോദിച്ചതും നിഷേധാർത്ഥത്തിൽ അവൾ തലകുലുക്കി. പിന്നെ എന്തു പറ്റി പെണ്ണെ? ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. ഉഷയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. അമ്മി, ഞാൻ ഈ മുറി കിടന്നോട്ടെ? എങ്ങനെയൊക്കെയോ അവൾ ചോദിച്ചു. ഉഷ അവളെയും രാഹുലിനെയും മാറി മാറി നോക്കി. രമ്യ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവർ കൂടുതൽ സംസാരിക്കാനൊന്നും തുനിഞ്ഞില്ല. പകരം ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് മുറിയിലേക്ക് തിരികെ കയറിപ്പോയി. വാഗെങ്കിൽ ഇവിടെ കിടക്കാം. രമ്യ അവളുടെ കയ്യിൽ പിടിച്ചു. രാഹുൽ താൻ ഒരുപാട് അപമാനിക്കപ്പെട്ടതുപോലെ മുറിയുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഏട്ടൻ ഗംഗയോട് എന്തെങ്കിലും മോശമായി പെരുമാറി കാണുമെന്ന് രമ്യയ്ക്കും തോന്നി. അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും നിൽക്കാതെ അവൾ തിരിഞ്ഞ് ഗംഗയെ കൂട്ടി അകത്തേക്ക് പോയി. കൈമുഷ്ടി ചുരുട്ടി ചുവരിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ തിരിച്ച് അവന്റെ മുറിയിൽ കയറി വാതിൽ ആഞ്ഞടിച്ചു. ആ കട്ടിലവൻ ഒടിച്ചു കളഞ്ഞിട്ട് പുതുതായിട്ടൊന്ന് വാങ്ങിക്കൊടുത്തതാ. ഇനി വാതിലും കൂടി വെട്ടിപ്പൊളിച്ച് കളയട്ടെ. നാശീകരണം പിടിച്ച ജന്തു. ഉഷ പെറുപെറുത്തു. ഒരു ഡബിൾ കോട്ട് കട്ടിലാണ് ആ മുറിയിലുള്ളത്. ഉഷയും രമ്യയും ആ കട്ടിലാണ് കിടക്കുന്നത്. ഇനി ഗംഗയ്ക്ക് കൂടി കിടക്കാനുള്ളത് ഒരിടമതിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രമ്യ ഒരു പഴയ പായെടുത്ത് നിലത്തേക്ക് വിരിച്ചു. ശേഷം ഗംഗയോട് ഉഷയുടെ അടുത്ത് കട്ടിൽ കയറി കിടന്നോളാൻ പറഞ്ഞു. വേണ്ട ചേച്ചി, ഞാനിവിടെ നിലത്ത് കിടന്നോളാം. ഗംഗ നിലത്തേക്ക് കൈചൂണ്ടി പറഞ്ഞു. അതൊന്നും സാരമില്ല, താൻ കട്ടിൽ കിടന്നു. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അവൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. അതിന് ഇയാൾക്ക് നിലത്ത് കിടന്ന് ശീലമുണ്ടോ? രമ്യ ചോദിച്ചതും അവൾ മറുപടിയൊന്നും പറയാതെ മിണ്ടാതെ നിന്നു. അമ്മയുടെ ഒപ്പം കിടന്നോളൂ ഗംഗയെ. മുടി മുഴുവനും വാരി കെട്ടിക്കൊണ്ട് രമ്യ നിലത്തേക്ക് കിടക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ അവളെ അതിനനുവദിക്കാതെ ഗംഗ പെട്ടെന്ന് തന്നെ തറയിൽ വിരിച്ചിരുന്ന പായിലേക്ക് കിടന്നു. അവൾ എവിടെയെങ്കിലും കിടന്നോളൂ, നീ ഇങ്ങോട്ട് വാടി. ബാക്കിയുള്ളവർക്കൊന്ന് കണ്ണടയ്ക്കാന്ന് കരുതി വന്നപ്പോൾ രണ്ടും കൂടെ തുടങ്ങി. ഉഷയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. പിന്നീട് കൂടുതലൊന്നും പറയാതെ ഗംഗ കിടക്കുന്നൊന്ന് നോക്കിയ ശേഷം രമ്യ ചുവരിലെ സ്വിച്ച് ബോർഡിലേക്ക് കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്ന് കിടന്നു. ഗംഗയ്ക്ക് സങ്കടം കൊണ്ട് നെഞ്ചു വിങ്ങി പൊട്ടുകയായിരുന്നു. ഒന്ന് അലറിക്കരയാൻ തോന്നി അവൾക്ക്. അത്രയ്ക്ക് ഹൃദയഭാരമാണ് അവളെ വന്ന് മൂടിയത്. പക്ഷേ തൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണക്കാരി താൻ തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സ്വയം നിന്ദയും വെറുപ്പും തോന്നി. ഒരാളെ മാത്രം വിശ്വസിച്ച് എടുത്തു ചാടി ഇറങ്ങിപ്പോന്നപ്പോൾ ഇങ്ങനെയൊരു ദുർവിധിയാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ ചതിയന്റെ കൂടെ ഇനി മുന്നോട്ട് ജീവിക്കണമല്ലോ എന്ന് ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി. പെട്ടെന്നായിരുന്നു ഗംഗ അനിയത്തി ഗായത്രിയെപ്പറ്റി ഓർത്തത്. മഹേഷിനൊപ്പം സന്തോഷമായിട്ട് തൻ്റെ അനിയത്തി കഴിഞ്ഞുകൂടിയാൽ മതിയെന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. ഉറക്കം വരാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിലത്ത് പായ വിരിച്ച് കിടക്കുന്നത്. പഴയൊരു പായ ആയിരുന്നതുകൊണ്ട് അതിൽ നിന്നും വല്ലാത്തൊരു നാറ്റം ഉയരുന്നുണ്ടായിരുന്നു. ആ നാറ്റം അടിക്കുമ്പോഴൊക്കെ അവൾ കോക്കാനിക്കാൻ വന്നു. കുറേ സമയം അങ്ങനെ കിടന്ന് എപ്പോഴും അവൾ കണ്ണുകൾ അടച്ചു. രാവിലെ ഉഷയും രമ്യയും എഴുന്നേറ്റപ്പോൾ ഗംഗ ചുരുണ്ടുകൂടി നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. അവർ രണ്ടാളും അവളെ വിളിക്കാൻ നിന്നില്ല. നേരെ അടുക്കളയിലേക്ക് ചെന്നു. കട്ടൻ ചായക്കുള്ള വെള്ളം അമ്മ എടുത്തു വെക്കുന്നത് കണ്ടുകൊണ്ടാണ് രമ്യ മുറ്റമടിക്കാനായി ഇറങ്ങിപ്പോയത്. രാഹുൽ എഴുന്നേറ്റ് തിണ്ണയിലെ പഴയ പ്ലാസ്റ്റിക് കസേരയിൽ ഇരിപ്പുണ്ട്. അരഭിത്തിയിലേക്ക് കാലും വെച്ചുകൊണ്ട് മൊബൈലിൽ നോക്കിയിരിക്കുവാണവൻ. ഉഷയവന്റെ അടുത്തേക്ക് വന്നു. എടാ, നിന്റെ ഉദ്ദേശം എന്താ? അമ്മയുടെ ശബ്ദം കേട്ട് അവൻ മുഖം തിരിച്ചു നോക്കി. രാഹുലെ നിന്നോടാ ചോദിച്ചത്. അവർക്ക് ദേഷ്യം വന്നു. എന്താ അമ്മേ? അമ്മ എന്താണ് ഈ ചോദിക്കുന്നതൊക്കെ? എടാ, ആ പെണ്ണിന് കൂടി ചെലവിന് കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്. അവളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ എനിക്ക് സമാധാനമില്ല. അവളുടെ സഹോദരൻ ഒരു പെണ്ണിനെയും വലിച്ചിറക്കിക്കൊണ്ട് വന്നാണെന്നറിഞ്ഞ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനൊരാലോചന പോലും വരത്തില്ല. ഇത്രയും വലിയൊരു ചതിയല്ലേ നീ എനിക്കിട്ട് വെളുക്കിട്ടും ഒക്കെ ചെയ്തു കൂട്ടിയത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഈ പെണ്ണ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് തിന്നു മുടിക്കാനാണോടാ നിന്റെ ഭാവം? ഉഷ ചോദിച്ചിട്ടും അവൻ അത് കേൾക്കാത്ത ഭാവത്തിൽ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. കലി കയറിയ ഉഷ വന്ന് അവന്റെ മൊബൈൽ വാങ്ങി നിലത്തേക്ക് എറിയാനാഞ്ഞു. പെട്ടെന്ന് രാഹുൽ ചാടി എഴുന്നേറ്റ് അവരുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. എടാ, മര്യാദയ്ക്ക് പൊക്കോണം. അല്ലാണ്ട് വിളച്ചിലുമായിട്ട് ഇവിടെ ഇരിക്കാനാണ് പാവെങ്കിൽ രണ്ടും കൂടി ഇവിടെ നിറങ്ങിക്കോ. കലിതുള്ളി ഉഷ അകത്തേക്ക് കയറിപ്പോയി. രാഹുൽ നോക്കിയപ്പോൾ അമ്മയുടെ മുറിയിലെ തറയിൽ കിടന്നുറങ്ങുന്ന ഗംഗയാണ് കണ്ടത്. അവൻ അടുക്കളയിലേക്ക് ചെന്നു.
ഉഷ രമ്യയ്ക്കായി മാറ്റിവെച്ച കട്ടൻ ചായയും എടുത്ത് വീണ്ടും ഉമ്മറത്തേക്ക് തന്നെ പോയി. ഉഷയാണെങ്കിൽ പതിവ് പോലെ രാവിലെ തന്നെയുള്ള പല്ലവികളും കരച്ചിലും തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നുമോളെ, ആ രാജനോടാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നിനക്ക് പറ്റിയ ആലോചന വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരണേന്ന്. ഇന്നലെ അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് വത്സലേച്ചിയാ പറഞ്ഞത്. നമ്മളവളെ വീട്ടിലാക്കാൻ പോയേക്കുമല്ലായിരുന്നോ? അമ്മേ, ഇങ്ങനെ എത്ര ആലോചനകളുമായിട്ട് അങ്ങേര് വന്നു പോയിരിക്കുന്നു. സ്ത്രീധനം കൊടുക്കാൻ വല്ലതും ഉണ്ടോ നമുക്ക്? അമ്മ ഇനി എനിക്ക് കല്യാണമൊന്നും ആലോചിക്കണ്ട. എങ്ങനെയെങ്കിലും നമുക്ക് രണ്ടാൾക്കും കഴിഞ്ഞു പോകാം. രമ്യയുടെ വാക്കുകൾ രാഹുലും കേൾക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ എങ്ങനെ അടിമോളെ? എല്ലാ കാലവും ഞാനിങ്ങനെ നിന്റെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. വയസ്സും പ്രായമൊക്കെ ആയി വരുമല്ലേ. എന്റെ കാലം കഴിഞ്ഞ നിനക്ക് ആരാ കൂട്ട്? നിന്റെ ആങ്ങളെന്ന് പറയുന്നവന് ഇനി എത്ര അവളമാരെ വിളിച്ചോണ്ട് വരുമെന്ന് ആർക്കറിയാം. വഴി നീളെ അവന് പെണ്ണും പിറപ്പുമല്ലേ. ഉഷ പറയുന്ന കേട്ടുകൊണ്ടാണ് ഗംഗ എഴുന്നേറ്റ് വന്നത്. അന്താളിച്ചുകൊണ്ടവൾ അവരെ നോക്കി. എന്നാടി നീ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഉള്ള കാര്യ പറയുന്നേ. ഇനി എത്ര സംബന്ധക്കാരികൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് സൽപുത്രനായിട്ടുള്ള ഒരു മകനല്ലേ എനിക്കുള്ളത്. ഉഷ ഗംഗയെ അടിമുടി നോക്കിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ഗംഗ സ്തംഭിച്ചു നിൽക്കുവാണ്. തൊട്ടു പിന്നിൽ ഒരനക്കം പോലെ തോന്നിയതും അവൾ തിരിഞ്ഞു നോക്കി. ദേഷ്യത്തോടെ അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുവാണ് രാഹുൽ. എന്റെ അമ്മയുടെയും പെങ്ങളുടെയും മുമ്പിൽ വെച്ച് നീ എന്നെ ഇന്നലെ നാണം കെടുത്തിയല്ലേടി? അവൻ മുരണ്ടു. ഗംഗ പക്ഷെ അവനോട് മറുപടിയൊന്നും പറയാതെ നിന്നു. മര്യാദയ്ക്ക് ഇന്ന് രാത്രിയിൽ നീ എന്റെ റൂമിൽ വന്ന് കിടന്നോണം. ഇല്ലെങ്കിൽ ഈ രാഹുൽ ആരാണെന്ന് നീ അറിയും. അവൻ ഒന്നുകൂടി അവളെ ഓർമ്മിപ്പിച്ച ശേഷം സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ഗായുവാണെങ്കിൽ മഹേഷുമൊത്ത് അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷത്തോടെ പങ്കിടുകയാണ്. തലേദിവസം മഹേഷ് വാങ്ങിക്കൊടുത്ത ടോപ്പായിരുന്നു ഇന്നവൾ ഇടാൻ വേണ്ടി എടുത്തത്. കോളേജിൽ പോകാൻ റെഡിയായി ഇറങ്ങി വന്ന പെണ്ണിനെ കണ്ട് മഹേഷ് ഒന്ന് പുഞ്ചിരിച്ചു. മഹേട്ട, ഈ ടോപ്പ് കൃത്യമാണ് കേട്ടോ, നോക്കി. അതേടോ, ഇതിട്ടിട്ടും തനിക്ക് നന്നായി ചേരുന്നുണ്ട്. ആണോ? കൊള്ളാല്ലേ ഏട്ടാ? പിന്നെ എന്റെ ഗായൂട്ടി അല്ലേലും സുന്ദരിയല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒപ്പം അവളുടെ നെറുകയിൽ ഒന്നും മുത്തി. നാണത്തോടെ മുഖം കുനിച്ചു നിൽക്കുന്ന പെണ്ണ് പതിവിന് വിപരീതമായി അന്ന് തിരിച്ചവന്റെ കവിളിലും ഒന്ന് മുത്തിയപ്പോൾ മഹി തെല്ലൊന്ന് പകച്ചുപോയി. അപ്പോഴേക്കും ഗായു അവന്റെ അരികിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടിയിരുന്നു. ഡി, തട്ടി വീഴല്ലേ പെണ്ണെ, സൂക്ഷിച്ച്, മഹി വിളിച്ചു പറഞ്ഞു. മഹേഷ് പഴയ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. ആദ്യമൊക്കെ അവന്റെ അടുത്തേക്ക് വരാൻ പോലും ഗായത്രിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ചേച്ചിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളാണ് താന് എന്നൊരു തോന്നലായിരുന്നു അവൾക്ക്. അവളുടെ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഒക്കെ മഹിക്കത് ബോധ്യമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു. താനും ഗംഗയും തമ്മിൽ ഒന്ന് തുറന്ന് സംസാരിക്കുകയോ ഒന്നിച്ചെവിടെയെങ്കിലും പോവുകയോ നേരിട്ട് കാണുകയോ പോലും ചെയ്തിട്ടില്ലെന്ന കാര്യം മഹി ഗായത്രിയോട് തുറന്നു പറഞ്ഞു. ഗംഗയ്ക്ക് തന്നെ കാണുമ്പോൾ എപ്പോഴും ഒരു അകൽച്ച ഉണ്ടായിരുന്നുവെന്നും വിവാഹശേഷം അതൊക്കെ ശരിയാകുമെന്നുമാണ് താൻ കരുതിയെന്നും അവൻ അവളോട് വിശദീകരിച്ചു. എന്നാൽ ഗംഗ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് സ്വപ്നത്തെ പോലും താൻ ഓർത്തിരുന്നില്ല. എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ താൻ ഉറപ്പായും അവളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമായിരുന്നുവെന്ന് മഹി പറഞ്ഞപ്പോഴാണ് ഗായത്രി പോലും അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചത്. അതിനുശേഷമാണ് മഹിയോട് കൂടുതൽ അടുക്കുവാൻ ഗായത്രി ശ്രമിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് മഹി അവളെയും കൂട്ടി പുറത്ത് കറങ്ങാനൊക്കെ പോയത് തന്നെ. ഗായത്രിയുടെ പഠനമാണ് ഏറ്റവും പ്രധാനമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും നന്നായി പഠിച്ച് ഒരു ജോലി നേടണമെന്നതായിരുന്നു തന്റെ ആഗ്രഹമെന്നും ഗായത്രി പറഞ്ഞപ്പോൾ തന്നെ മഹി ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. അവളുടെ ലക്ഷ്യം നേടാൻ വേണ്ട എല്ലാ സഹായവും താൻ ചെയ്തു കൊടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഗായത്രിയുടെ പഠനകാര്യങ്ങളിലൊക്കെ അവൻ വലിയ പിന്തുണയാണ് നൽകുന്നത്. അതുപോലെ തന്നെയായിരുന്നു മഹേഷിന്റെ അച്ഛനും അമ്മയും. അവർക്ക് ഗായത്രി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. സ്വന്തം മകളെപ്പോലെയാണ് അവരവളെ കണ്ടിരുന്നത്. അല്ലെങ്കിലും അന്ന് പെണ്ണു കാണാൻ ചെന്ന നാൾ മുതൽ അവർക്കിഷ്ടം ഗായത്രിയായിരുന്നു. ഒടുവിൽ അവരുടെ ആഗ്രഹം പോലെ തന്നെ അവളെ മരുമകളായി കിട്ടുകയും ചെയ്തു. മഹി താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അമ്മയോട് എന്തൊക്കെയോ കലിബില് സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുവാണ് ഗായത്രി.
സ്വന്തം വീട്ടിലെന്നതുപോലെ ഇപ്പോഴവൾ ഉച്ചത്തിൽ സംസാരിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മ ഗീതയും മകനോട് പറഞ്ഞിരുന്നു, ഗായത്രി ഇപ്പൊ പഴയ ആളല്ലെന്നും അവൾ ഒരുപാട് മാറിപ്പോയെന്നും. അതൊക്കെ കേട്ടപ്പോൾ അവന് വലിയ സന്തോഷം തോന്നി. ഗായു, കോളേജിൽ പോകാൻ നേരായി. ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തു വെച്ചോ? മഹി ചോദിക്കുന്ന കേട്ടുകൊണ്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. ഇറങ്ങാം മഹിയേട്ടാ, ഞാൻ റെഡിയായതാ. അവൾ മഹേഷിന്റെ അടുത്തേക്ക് വന്നു. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞുകൊണ്ട് വൈകാതെ തന്നെ മഹിയും ഗായത്രിയും ഇറങ്ങി പോവുകയും ചെയ്തു. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ.